അതുപോലെ മുഖം അങ്ങ് ഡള്ളായി പോയിട്ടുണ്ടാവും. അവര് ഇത് യൂസ് ചെയ്താൽ മതി. നല്ലതാണ്. നല്ലതെന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറുന്നത് നമുക്ക് നല്ല രീതിക്ക് വിസിബിൾ ആകും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രാനെക്സാമിക് ആസിഡ് ഉണ്ട് 3%, അതുപോലെ കോജിക് ആസിഡ് ഉണ്ട് 2%, പൈനാപ്പിൾ എക്സ്ട്രാക്ട് 5% ഉണ്ട്, അതുപോലെ തന്നെ ലൈക്കോറൈസ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു 2% ആണ് ഉള്ളത്. ഇനി ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് 30 ml ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ ഒരു 649 രൂപയാണ്. ഈ ഹൈഫന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഏതാണ്ട് ഒരു 600, 500, 549 അല്ലെങ്കിൽ 649 ഈ ഒരു റേഞ്ചിലായിരിക്കും. സോ എനിക്കതാണ് മനസ്സിലായി. ഞാൻ വാങ്ങിച്ചതെല്ലാം ആ ഒരു റേഞ്ചിലാണ്. ഇനി ഇവർ ഇതിനകത്ത് പറയുന്ന റെഡ്യൂസ് ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. മെലാസ്മേനെ ലൈറ്റൻ ചെയ്യുന്നു. മെലാസ്മ എന്ന് വെച്ചാൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം, കരിമംഗല്യം എന്ന് പറഞ്ഞിട്ടുള്ള വരുന്ന ഒരു ബ്രൗൺ പാച്ചസ് നമ്മുടെ ഫേസിൽ വരത്തില്ലേ, അത് എക്സ്ട്രീം പിഗ്മെന്റേഷനെയാണ് നമ്മൾ ആ ഒരു കണ്ടീഷനിലേക്ക് പറയുന്നത്. അപ്പൊ ആ മെലാസ്മേനെ നല്ല രീതിക്ക് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് മെലാസ്മ കരിമംഗല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല രീതിക്ക് മാറുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവർ പറയുന്നതാണ് സൺബേൺ ഉണ്ടെങ്കിൽ മാറും, ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതിനെ ലൈറ്റൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ ഇത് എല്ലാം ഇവർ ചെയ്യും എന്നുള്ളതാണ് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്ക് ചെറിയ ഈ മെലാസ്മ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പിഗ്മെന്റേഷൻ നല്ല ഡീപ്പ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഈ സമയത്ത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. കാരണം എന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കാണ്ട് ഞാൻ കുറച്ച് അലമ്പായിട്ടിരിക്കുന്ന സമയത്താണ് ഇത് എന്റെ കൈ കിട്ടിയത്. റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് രാവിലെയും വൈകുന്നേരവും നൈറ്റും ആണ് ഞാൻ യൂസ് ചെയ്തത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിന്റെ ഓരോ സാധനങ്ങളും, അതായത് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ഇവര് ഇതിന്റെ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ട്രാനെക്സാമിക് ആസിഡ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെലാസ്മേനെ ഹൈപ്പർ പിഗ്മെന്റേഷനെയും സൺ ഡാമേജിനെയും മാറ്റാൻ വേണ്ടിയിട്ടാണ് ട്രാനെക്സാമിക് ആസിഡ്. അത് 3% ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2% കോജിക് ആസിഡ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു കോജിക് ആസിഡിന്റെ സെറം, അത് എനിക്ക് കോജിക് ആസിഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി എന്റെ ഫേസിന് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർ, കോജിക് ആസിഡ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കോജിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര, അതിനകത്ത് കോജിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു ധൈര്യമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കോജിക് ആസിഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ടിനും അതുപോലെ പിഗ്മെന്റേഷനും വേണ്ടിയിട്ടാണ് ഞാൻ പൊതുവെ നോക്കുന്നത്. കാരണം എനിക്ക് ഇച്ചിരി ഡാർക്ക് സ്പോട്ടും അതുപോലെ ഞാൻ പിഗ്മെന്റേഷനും, എനിക്ക് എപ്പോഴും തന്നെ പിഗ്മെന്റേഷൻ ഉണ്ട്, സ്റ്റാൻ എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. എന്റെ ഒരു പേഴ്സണൽ സ്കിൻ കെയർ റുട്ടീനിൽ എപ്പോഴും കോജിക് ആസിഡ് ഉണ്ടാകും. അത് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് പൈനാപ്പിൾ എക്സ്ട്രാക്ട് ഉണ്ട്. അത് നാച്ചുറലി എക്സ്ഫോലിയേറ്റ് ഡെഡ് സ്കിൻ, റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട്, ഹൈഡ്രേറ്റ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും ഡാർക്ക് സ്പോട്ടിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഡെഡ്